നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മുംബൈ സിറ്റി എഫ് സിക്കായി വിക്രം പ്രതാപ് സിംഗും എഫ് സി ഗോവയ്ക്കായി മുഹമ്മദ് യാസിറും ഗോൾ കണ്ടെത്തിയ രണ്ട് ഇന്ത്യൻ ഗോൾ കോൺട്രിബ്യൂഷനുകൾ കണ്ട മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിൽ ഒളിക്യാമറയിൽ കണ്ടതൊന്നും ഫലിപ്പിക്കാനായില്ല എന്നും വേണമെങ്കിൽ പറയാം. എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി മത്സരം 1-1 സമനിലയിൽ പിരിയേണ്ടി വന്നിടത്ത് തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ഒരു പോയിന്റ് ലഭിച്ച ആശ്വാസം മാത്രം എഫ് സി ഗോവയ്ക്കെങ്കിൽ തുടർച്ചയായ 3 വിജയങ്ങൾക്ക് ശേഷം ഒരു സമനില വഴങ്ങേണ്ടി വന്ന സങ്കടമാണ് മുംബൈ സിറ്റി എഫ് സിക്ക്. ഇതോടെ ലീഗ് ഷീൽഡ് പോരാട്ടം ഒന്നുകൂടി സങ്കീർണമാവുകയാണ്. 16 മത്സരങ്ങളിൽ നിന്നും 29 പോയിന്റുകളുമായി 4-ാം സ്ഥാനത്താണ് എഫ് സി ഗോവയുടെ നിലവിലെ സ്ഥാനമെങ്കിൽ അത്ര തന്നെ മത്സരങ്ങളിൽ നിന്നും അതേ പോയിന്റുകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനത്തും നിൽക്കുമ്പോൾ അത്ര തന്നെ മത്സരങ്ങൾ കളിച്ച് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ള ഒഡീഷ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള പോയിന്റ് വ്യത്യാസം വെറും 3 മാത്രമാവുന്നു. വരും ആഴ്ചകളിൽ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ളവർ തമ്മിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി എഫ് സി, ഒഡീഷ എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി എഫ് സി തുടങ്ങിയ തകർപ്പൻ മത്സരങ്ങളും കാത്തിരിക്കുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും എന്നതും ഉറപ്പ്. 11 മത്സരങ്ങളിൽ നിന്നും 8 വിജയങ്ങളും 3 സമനിലകളും ഉൾപ്പെടെ 27 പോയിന്റുകളുമായി പട്ടികയുടെ തലപ്പത്ത് ലീഗ് ഷീൽഡിലേക്ക് കുതിച്ചിരുന്ന എഫ് സി ഗോവയ്ക്ക് പിന്നീടുള്ള 5 മത്സരങ്ങളിൽ നിന്നും നേടാനായത് വെറും 2 പോയിന്റുകൾ മാത്രം. 3 തുടർച്ചയായ തോൽവികൾ ഉൾപ്പെടെ വിജയമെന്തെന്നറിയാത്ത 5 മത്സരങ്ങൾ. ഇതോടെ പട്ടികയിലെ 4-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയെങ്കിൽ മാനോലോയുടെ ഇന്ത്യൻ ഫുട്ബോൾ കരിയറിൽ ഇതാദ്യത്തെ സംഭവമായി മാറുന്നു. ഈ സമയം ആരാധകർക്ക് ചോദിക്കാൻ ഒന്നേയുള്ളൂ, എന്ത് വിധി ഇത് എന്ന് മാത്രം.